നമസ്കാരം, ഞാൻ MG പ്രതീഷ്. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ARMC. നീറ്റ ആക്രമണ കേസിൽ ഭീകരവിരുദ്ധ നിയമം. നീറ്റ ജലാറ്റിൻ ഫാക്ടറിയുടെ കൊച്ചിയിലെ ഓഫീസ് ആക്രമിച്ച കേസിൽ ഭീകരവിരുദ്ധ നിയമം ചുമത്തി. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. ആക്രമണം നടത്തിയത് 9 പേരുടെ സംഘം. കൊച്ചിക്ക് പുറത്തുള്ള സംഘമെന്ന് പോലീസ്. കൊച്ചിയിൽ ഇവർക്ക് സഹായം ലഭിച്ചിരിക്കാമെന്നും നിഗമനം. സംഭവത്തിന് പിന്നിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആഭ്യന്തരമന്ത്രി. ടിപ്പറിടിച്ച് അമ്മയും കുഞ്ഞും മരിച്ചു. ഇരിങ്ങാലക്കുടയ്ക്ക് സമീപം കോണത്തുകുന്നിൽ രാവിലെയാണ് അപകടം. മരിച്ചത് കൊടുങ്ങല്ലൂർ സ്വദേശി സൂര്യയും മകൻ അഭയ് കൃഷ്ണയും. സൂര്യയും മകനും സ്കൂട്ടർ യാത്രയ്ക്കിടെ ടിപ്പറിനടിയിൽ പെടുകയായിരുന്നു. ഇരുവരും അപ്പോൾ തന്നെ മരിച്ചു. മൃതദേഹങ്ങൾ ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രിയിൽ. ഇടപെടാനാകില്ലെന്ന് കോടതി. ഡൽഹി അസംബ്ലി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനത്തിൽ ഇടപെടണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി. ഈ ആവശ്യമുന്നയിച്ച് ഹർജി നൽകിയിരുന്നത് ആം ആദ്മി പാർട്ടി. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനം കോടതിയുടെ പരിധിയിൽ വരുന്ന വിഷയമല്ല. ഡൽഹി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകുന്ന കെജ്രിവാളിനെ നേരിടാൻ പാർട്ടി വിട്ട പഴയ തോഴൻ വിനോദ് ബിന്നിയുമുണ്ട്. കരുത്തനായി മോദി വിദേശത്തേക്ക്. മന്ത്രിസഭാ പുനഃസംഘടനയിൽ താൻ പോരുമ വ്യക്തമാക്കിയ മോദി ഇന്ന് 10 ദിവസത്തെ വിദേശ സന്ദർശനത്തിന്. ഓസ്ട്രേലിയ, മ്യാൻമാർ, ഫിജി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുക. 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്ന മോദിയുടെ കൂടിക്കാഴ്ച 40 രാഷ്ട്രത്തലവന്മാരുമായി. ശിവസേനയുടെ സമ്മർദ്ദം മറികടന്ന മോദി പാർട്ടിയിലും സർക്കാരിലും കൂടുതൽ കരുത്തൻ. മനാറ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.